വെൽക്കം ടു +2 ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മോഡൽ എക്സാമിനേഷൻ മാർച്ച് 2021 ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യനും അത് എങ്ങനെ ആൻസർ ചെയ്യും എന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഡാഷ് ആർ ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ബിസിനസ്. അവിടെ ചേർക്കേണ്ടത് ഗ്രോത്ത് എന്നതാണ്. സെക്കൻഡ്, one subordinate must receive orders from only one superior at a time. Which principle of management is referred here? Option C, unity of command ആണ് ശരി. Question number 3. Granting of authority to subordinates to operate within the prescribed limits is called delegation എന്നാണ് അവിടെ ചേർക്കേണ്ടത്. ഓപ്ഷൻ എ, ഡെലിഗേഷൻ. ഫോർത്ത്, റിക്രൂട്ട്മെന്റ് ഈസ് എ ഡാഷ് പ്രോസസ്. ഓപ്ഷൻ എ, പോസിറ്റീവ് പ്രോസസ് എന്നതാണ് ശരി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. സ്റ്റാറ്റസ് എന്നതാണ് ശരി. ഓപ്ഷൻ ഡി, സ്റ്റാറ്റസ്. നമ്പർ 6, the starting point of communication process is ഓപ്ഷൻ എ, സെൻഡർ ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് നമ്പർ 7 ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഓൺലി എക്സെപ്ഷണൽ മാറ്റേഴ്സ് ആർ ടു ബി റിപ്പോർട്ടഡ് ടു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ടേം ഡാഷ്. ഓപ്ഷൻ ബി, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ആണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 8. ദി മാനേജ്മെന്റ് ഫംഗ്ഷൻ ദാറ്റ് എൻഷുവേഴ്സ് ഓൾ തിങ്സ് ആർ ഗോയിങ് ഓൺ അക്കോർഡിംഗ് ടു പ്ലാൻ ഈസ് ഡാഷ്. ഓപ്ഷൻ ഡി, കൺട്രോളിംഗ് ആണ് ശരിയായ ഉത്തരം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. ദി അപ്പെക്സ് അതോറിറ്റി ടു സീക്സ് റിഡ്രസൽ ഫോർ എ കൺസ്യൂമർ ഇൻ ഇന്ത്യ. ഓപ്ഷൻ സി, സുപ്രീം കോർട്ട്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ എല്ലാ ആൻസറുകളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോ ഒരു പ്രാവശ്യം കൂടെ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതായിരിക്കും. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 10 മുതൽ 2 മാർക്കാണ്. 10 to 17, 8 into 2 16 മാർക്കാണ് ഇവിടെ നൽകപ്പെടുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ധാരാളം ചോയ്സ് ഇതിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന അത്രയും ആൻസർ ചെയ്യാൻ വേണ്ടി പബ്ലിക് എക്സാമിനേഷനും സാധ്യമാണ്. അപ്പോൾ 80 മാർക്ക് വരെ നോക്കുന്നതും 80 മാർക്ക് വരെ ലഭിക്കുന്നതുമായിരിക്കും. 10ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഡിസിപ്ലിൻ. അതാണ് മാനേജ്മെന്റ് തത്വമായ അച്ചടക്കം അഥവാ ഡിസിപ്ലിൻ ചുരുക്കി വിവരിക്കുക. ആൻസർ ശ്രദ്ധിക്കുക. ഡിസിപ്ലിൻ ഈസ് ദി ഒബീഡിയൻസ് ഓഫ് ഓർഗനൈസേഷണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ആർ നെസറി ഫോർ ദി സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനെയാണ് അച്ചടക്കം അഥവാ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഈ ഡിസിപ്ലിൻ ഏറ്റവും നന്നായി സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുവാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഫയോളിൻ്റെ 3ാമത്തെ പ്രിൻസിപ്പിളാണ് ഡിസിപ്ലിൻ. മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എൻവയറമെൻ്റൽ സ്കാനിങ്? എൻവയറമെൻ്റൽ സ്കാനിങ് എന്നാൽ എന്ത്? ഉത്തരം ശ്രദ്ധിക്കുക.
The complete awareness and understanding of business environment is known as environmental scanning. സാധാരണയായി വ്യാപാര പരിതസ്ഥിതിയെ സംബന്ധിച്ചുള്ള മുഴുവനായിട്ടുള്ള ഒരു ജ്ഞാനം അത് മനസ്സിലാക്കുന്നതിനെയാണ് എൻവയറമെൻ്റൽ സ്കാനിങ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. ബിസിനസ് ഈസ് ഡയറക്ട്ലി or indirectly affected by social, political, economical, technological and legal factors. ഇതൊക്കെ വ്യാപാരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ഇവയെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ജ്ഞാനം ആവശ്യമാണ്. ഇതിനെയാണ് എൻവയറമെൻ്റൽ സ്കാനിങ് എന്ന് പറയുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നെയിം എനി 2 elements ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷന് 3 എലമെൻറ്റ്സ് പ്രധാനമായിട്ടുണ്ട്. 2 എലമെൻറ്റ്സിൻ്റെ പേര് മാത്രമാണ് ചോദിച്ചത്. 1 അതോറിറ്റി, 2 റെസ്പോൺസിബിലിറ്റി, 3 അക്കൗണ്ടബിലിറ്റി. ഇതിലേതെങ്കിലും 2 മാത്രമേ എഴുതേണ്ടതായിട്ട് ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 13. ലിസ്റ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് ട്രെയിനിങ് ടു എംപ്ലോയീസ്. ജീവനക്കാർക്ക് പരിശീലനം നൽകിക്കഴിഞ്ഞാൽ അതിലൂടെ ലഭ്യമാകുന്ന 2 നേട്ടങ്ങളെ എഴുതാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തേത് ശ്രദ്ധിക്കുക. ട്രെയിനിങ് ഗിവൺ ആൻ എംപ്ലോയി പേഴ്സണൽ കോൺഫിഡൻസ് ഇൻ ഹാൻഡ്ലിംഗ് ദി ജോബ് അസൈൻഡ് ടു ഹിം. ട്രെയിനിങ് ഗിവ്സ് ആൻ എംപ്ലോയി പേഴ്സണൽ കോൺഫിഡൻസ് ഇൻ ഹാൻഡ്ലിംഗ് ദി ജോബ് അസൈൻഡ് ടു ഹിം. ഒരാൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജോലിയിൽ ആത്മവിശ്വാസത്തോടുകൂടി ആ ജോലി ചെയ്യാനുള്ള കഴിവ് പരിശീലനം പ്രദാനം ചെയ്യുന്നു. അതൊരു നേട്ടമാണ്. സെക്കൻഡ്, ട്രെയിനിങ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്. വ്യവസായശാലകളിൽ സംഭവിച്ചേക്കാവുന്ന ആക്സിഡൻസ് അത് റെഡ്യൂസ് ചെയ്യുവാൻ പരിശീലനം വഴി സാധിക്കുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഗിവ് എനി 2 റീസൺസ് ഫോർ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ട്. ഓർഗനൈസേഷണൽ ആയിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള തടസ്സങ്ങളുടെ 2 കാരണങ്ങൾ എഴുതാനാണ് ചോദ്യം. ശ്രദ്ധിക്കുക. ഓർഗനൈസേഷണൽ പോളിസി ഈസ് നോട്ട് സപ്പോർട്ടീവ് ടു ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഹാമ്പർ ഇഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓർഗനൈസേഷണൽ പോളിസി ഒരു ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷന് സപ്പോർട്ടീവ് അല്ല എങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. സെക്കൻഡ്, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. റിജിഡ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് മേ ബി എ ഹേർഡിൽ ടു കമ്മ്യൂണിക്കേഷൻ. കർക്കശമായിട്ടുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളും കമ്മ്യൂണിക്കേഷനെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. 2 നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 1 മോഡേൺ ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ. ഏതെങ്കിലും ഒരു മാനേജീരിയൽ കൺട്രോൾ ടെക്നിക്സിനെ പറ്റി ചുരുക്കി വിവരിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. പലതരം ടെക്നിക്സ് ഉണ്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റേഷ്യോ അനാലിസിസ്, ബജറ്ററി കൺട്രോൾ എക്സെട്ര. അതിൽ ബജറ്ററി കൺട്രോൾ ആണ് ഞാനിവിടെ വിവരിക്കുന്നത്. ബജറ്ററി കൺട്രോൾ ഈസ് എൻ എസെൻഷ്യൽ ടൂൾ ഓഫ് മാനേജീരിയൽ ഫോർ മാനേജ്മെൻറ്റ് കൺട്രോളിംഗ് കോസ്റ്റ് ആൻഡ് മാക്സിമൈസിങ് പ്രോഫിറ്റ്സ്. It is the backbone of any cost control system. ബജറ്ററി കൺട്രോൾ സാധാരണയായിട്ട് മാനേജ്മെൻറ്റിൻ്റെ കൺട്രോൾ സമ്പ്രദായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടൂളാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. കോസ്റ്റ് കൺട്രോളിൻ്റെ നട്ടെല്ലാണ് ബജറ്ററി കൺട്രോൾ. ഇറ്റ് ഈസ് ദി പ്രാക്ടീസ് ഓഫ് പ്രിപ്പയറിംഗ് ബജറ്റ്സ് ആൻഡ് ബജറ്ററി റിപ്പോർട്ട്സ്. ബജറ്റുകൾ തയ്യാറാക്കുകയും ബജറ്ററി റിപ്പോർട്ട്സ് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുക
എന്നതാണ് ബജറ്ററി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള ബജറ്റുകൾ തയ്യാറാക്കുക, അതോടൊപ്പം തന്നെ ബജറ്റ്സ് റിപ്പോർട്ട്സ് മാനേജ്മെൻറ്റിന് പ്രദാനം ചെയ്യുക എന്നതാണ് ബജറ്ററി കൺട്രോളിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 16ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ? വെരി സിമ്പിൾ, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്താണ്? ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ലോങ് ടേം അസറ്റ്സ് ഈസ് കോൾഡ് ഫിക്സഡ് ക്യാപിറ്റൽ. ദാറ്റ് ഈസ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ്സ് is called fixed capital. There are certain fixed assets like plant and machinery, land and building, furniture, etc. These are called fixed assets. So the amount of capital invested in these type of fixed assets are called fixed capital. സ്ഥാപനത്തിന് സാധാരണയായി പലതരത്തിലുള്ള ഫിക്സഡ് അസറ്റുകൾ ഉണ്ടായിരിക്കും. അത്തരം ഫിക്സഡ് അസറ്റുകളിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്കാണ് തുക. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുക, ഫർണിച്ചറിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുക, മോട്ടോർ വെഹിക്കിൾസിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുക, ഇതൊക്കെ ഫിക്സഡ് ക്യാപിറ്റലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17, ലിസ്റ്റ് എനി 2 ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ എ മണി മാർക്കറ്റ്. മണി മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന പലതരം ഇൻസ്ട്രുമെൻസിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പരിശോധിക്കാവുന്നതാണ്. 2 ഇൻസ്ട്രുമെൻസിൻ്റെ പേര് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ട്രഷറി ബിൽസ് ഓർ ടി ബിൽസ്, സെക്കൻഡ് കമേഴ്സ്യൽ പേപ്പർ. ഏതൊക്കെയാണ് 2 ട്രഷറി ബിൽസ്, കമേഴ്സ്യൽ പേപ്പർ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 17 വരെ 2 മാർക്ക് ലഭിക്കേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഇത്രയും എഴുതി കഴിഞ്ഞാൽ 8 × 2 16 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്ത 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പരിശോധിക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ, 18 മുതൽ 23 വരെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ തന്നെയായിരിക്കും പബ്ലിക് എക്സാമിനും ഉണ്ടായിരിക്കുക. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി പരിശോധിക്കേണ്ടത്. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എ നോട്ട് ഓൺ കോർഡിനേഷൻ. കോർഡിനേഷനെ പറ്റി ഒരു നോട്ട് എഴുതുക. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ആൻസർ: കോർഡിനേഷൻ ഈസ് ദി ഹാർമോണൈസ് ബ്ലൻഡിങ് ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ ദി അച്ചീവ്മെൻറ്റ് ഓഫ് ദി ഡിസൈർഡ് ഗോൾസ്. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പല വിഭാഗങ്ങളുടെ പ്രവർത്തനത്തെ ഏറ്റവും ഐക്യത്തോടുകൂടി കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ഇഫേർട്സ്. കൂട്ടം പ്രവർത്തനങ്ങളെ ക്രമപ്രകാരം അറേഞ്ച് ചെയ്യുന്നതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ഈസ് ദി എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഒരു എസൻസ് ആണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 2 ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഏതെങ്കിലും 2 പ്രത്യേകതകൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ആ 7 പ്രത്യേകതകൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ശ്രദ്ധിക്കുക. 1, മാനേജ്മെൻറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യാധിഷ്ഠിതമായ ഒരു പ്രക്രിയയാണ്. ശ്രദ്ധിക്കുക. മാനേജ്മെൻറ്റ് ഓൾവേസ് എയിംസ് അറ്റ് അച്ചീവിങ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. സ്ഥാപനത്തിന് സംഘടനാപരമായ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. അത് നേടിയെടുക്കുക എന്നതാണ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം. മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. സെക്കൻഡ്, മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെൻറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രക്രിയയാണ് മാനേജ്മെൻറ്റ്. ഒരു സ്ഥാപനം ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നത് വരെ തുടരുന്ന ഒരു പ്രക്രിയയാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ 2 പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്.
നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് ആർ സ്റ്റാൻഡിംഗ് പ്ലാൻസ്? ഗിവ് വൺ എക്സാമ്പിൾ. ഉത്തരം ശ്രദ്ധിക്കുക. സ്റ്റാൻഡിംഗ് പ്ലാൻസ്. സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആർ പ്ലാൻസ് which are to be used repeatedly over a long period of time. വീണ്ടും വീണ്ടും ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി സാധിക്കുന്ന പ്ലാനുകളെ മൊത്തമായി പറയുന്ന പേരാണ് സ്റ്റാൻഡിംഗ് പ്ലാൻസ്. റിപ്പീറ്റഡ് പ്ലാൻസ് എന്നും ഇത്തരം പ്ലാനുകളെ വിശേഷിപ്പിക്കാവുന്നതാണ്. എക്സാമ്പിൾ: ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് എക്സെട്ര. ഒരു ഉദാഹരണം നൽകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്ലാസിഫൈ ദി ഫോളോയിങ് നീഡ്സ് ഇൻടു ബേസിക്, ഫിസിയോളജിക്കൽ, സേഫ്റ്റി നീഡ്സ്, ബിലോങ്ങിങ് നീഡ്സ് ആൻഡ് എസ്റ്റീം നീഡ്സ്. അതിലെ എ റെക്കഗ്നീഷൻ, എസ്റ്റീം നീഡ്സ് ആണ്. ബി ഫ്രണ്ട്ഷിപ്പ്, സോഷ്യൽ നീഡ്സ് ഓർ ബിലോങ്ങിങ് നീഡ്സ് ആണ്. ഡി ജോബ് സെക്യൂരിറ്റി, സേഫ്റ്റി നീഡ്സ് ആണ്. ഡി ഹങ്കർ, ആർക്കും അറിയാം, ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. നെക്സ്റ്റ് ഇ സ്റ്റെബിലിറ്റി ഓഫ് ഇൻകം, സേഫ്റ്റി നീഡ്സ് ആണ്. ഇൻകം ലഭിച്ചു കഴിഞ്ഞാൽ എക്കണോമിക് സേഫ്റ്റി ലഭിക്കുന്നു, അപ്പോൾ അതൊരു സേഫ്റ്റി നീഡ്സ് ആണ്. എഫ് സെൽഫ് റെസ്പെക്റ്റ്, എസ്റ്റീം നീഡ്സ് ആണ്. അപ്പോൾ 21ാമത്തതിൻ്റെ ഉത്തരം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്പർ 22. ലിസ്റ്റ് any 3 qualities of a good brand name. ഏറ്റവും നല്ല ബ്രാൻഡ് നെയിമിൻ്റെ 3 ഗുണങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഉത്തരം ശ്രദ്ധിക്കുക. ബ്രാൻഡ് നെയിം ഷുഡ് ബി ഷോർട്ട് ആൻഡ് സിമ്പിൾ. ഒന്നാമത്തെ ക്വാളിറ്റി എന്താണ്? ബ്രാൻഡ് നെയിം ഷുഡ് ബി ഷോർട്ട് ആൻഡ് സിമ്പിൾ. ബ്രാൻഡ് നെയിം വളരെ ഹ്രസ്വവും ലളിതവും ആയിരിക്കണം. സെക്കൻഡ്, ദി ബ്രാൻഡ് നെയിം ഷുഡ് ബി സെൽഫ് എക്സ്പ്ലനേറ്ററി ആൻഡ് സജസ്റ്റിംഗ് ബെനിഫിറ്റ്സ്, ക്വാളിറ്റി ഓർ പർപ്പസ് ഓഫ് ദി പ്രോഡക്റ്റ്. സാധാരണയായി ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് അതൊരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. സജസ്റ്റിംഗ് ബെനിഫിറ്റ്സ് അതിനുണ്ടായിരിക്കണം. ക്വാളിറ്റി അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ ഗുണത്തെയോ അതിൻ്റെ ലക്ഷ്യത്തെയോ എന്തിനു വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് അത് എന്നുള്ളതും ഈ ബ്രാൻഡ് നെയിമിലൂടെ പ്രകടിപ്പിക്കാൻ വേണ്ടി കഴിയണം. തേർഡ്, ദി ബ്രാൻഡ് നെയിം ഷുഡ് ബി യൂണിക് ആൻഡ് ഡിസ്റ്റിങ്റ്റീവ് so that the product is easily differentiated. ബ്രാൻഡ് നെയിം എന്തായിരിക്കണം? മറ്റ് പ്രൊഡക്റ്റുമായിട്ട് കമ്പനിയുടെ പ്രൊഡക്റ്റിനെ വ്യത്യാസപ്പെടുത്തുന്ന ഒന്നായിരിക്കണം ബ്രാൻഡ് നെയിം. ഇത്രയുമാണ് 3 പ്രധാനപ്പെട്ട ക്വാളിറ്റീസ്. നെക്സ്റ്റ് 23ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Briefly explain any 2 rights of a consumer under Consumer Protection Act. കൺസ്യൂമറുടെ 2 റൈറ്റ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കുക. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് കൺസ്യൂമേഴ്സിൻ്റെ 2 റൈറ്റ്സ്. ഒന്നാമതായിട്ട് റൈറ്റ് ടു സേഫ്റ്റി. ശ്രദ്ധിക്കുക. Certain goods like pressure cookers, gas cylinders, electrical goods, etc. cause serious physical injuries to consumers. ചില തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കും. അവ കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ മാരകമായിട്ടുള്ള മുറിവുകളും അപകടങ്ങളും ഉണ്ടാക്കും. അത്തരം ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? പ്രഷർ കുക്കേഴ്സ്, ഗ്യാസ് സിലിണ്ടേഴ്സ്, ഇലക്ട്രിക്കൽ ഗുഡ്സ്. ബട്ട് ദി കൺസ്യൂമർ എൻജോയ്സ് റൈറ്റ് ടു സേഫ്റ്റി. പക്ഷേ കൺസ്യൂമേഴ്സിന് റൈറ്റ് ടു സേഫ്റ്റി എന്ന
ഒരു പ്രധാനപ്പെട്ട അവകാശം ലഭ്യമാകുന്നുണ്ട്. ഇതിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഉൽപ്പന്നങ്ങളിലുണ്ടെങ്കിൽ അയാൾക്ക് കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കാൻ സാധ്യമാണ്. രണ്ടാമത്തെ റൈറ്റ് ടു ചൂസ്. ശ്രദ്ധിക്കുക, ദി കൺസ്യൂമേഴ്സ് ഹാവ് ദി റൈറ്റ് ടു ചൂസ് ദി പ്രോഡക്ട്സ് ഓഫ് ദിയർ ചോയ്സ് ഫ്രം എമംഗ് ഡിഫറൻറ്റ് പ്രോഡക്ട്സ്. സ്ഥാപനങ്ങളിൽ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നിന്നും ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം കൺസ്യൂമേഴ്സിന് ഉണ്ട്. ഇതിനെയാണ് റൈറ്റ് ടു ചൂസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് റൈറ്റ്സ് ഏതൊക്കെയാണ്? റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചൂസ്. 23ാമത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരവും മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. കൺസ്യൂമേഴ്സിൻ്റെ രണ്ട് റൈറ്റ്സ് വിവരിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. റൈറ്റ് ടു സേഫ്റ്റിയും റൈറ്റ് ടു ചൂസും നമ്മൾ വിവരിച്ചിരിക്കുകയാണ്. അപ്പോൾ 8x4 32 മാർക്കിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ക്വസ്റ്റ്യൻ 24 to 31 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ 80 മാർക്ക് വരെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എത്ര എഴുതാൻ പറ്റുമോ അത്രയും എഴുതുക. കൂൾ ഓഫ് ടൈമിൽ ഏതൊക്കെ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ ഒരു 100 120 മാർക്കിൻ്റെതോ എഴുതി കഴിഞ്ഞാൽ 80 മാർക്ക് നിർബന്ധമായും കിട്ടും എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കുക. എന്നിട്ട് അതൊക്കെ മാർക്ക് ചെയ്യുക. അതൊക്കെ ഏറ്റവും ഗംഭീരമായി എഴുതുകയും ചെയ്യുക. ഫുൾ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ 24 to 31 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 24ാമത്തെ ചോദ്യം എന്താണ്? 24 ബ്രീഫ്ലി ഡിസ്ക്രൈബ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്. മാനേജ്മെൻറ്റ് കല എന്ന നിലയിൽ 2 പ്രത്യേകതകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിൽ നിന്നുള്ള ചോദ്യമാണ്. മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്, അതിൻ്റെ പ്രത്യേകതകൾ. ഒന്നാമത്തത് ശ്രദ്ധിക്കുക, എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. An art requires the existence of theoretical knowledge. കലയ്ക്ക് എപ്പോഴും ഒരു സൈദ്ധാന്തികപരമായിട്ടുള്ള ജ്ഞാനം ഉണ്ടായിരിക്കും. മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ദി ആപ്ലിക്കേഷൻ ഓഫ് തിയററ്റിക്കൽ നോളജ്. മാനേജ്മെൻറ്റിലും ഇത്തരം തിയററ്റിക്കൽ നോളജിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നതും അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ആർട്ടാണ് എന്ന് പറയാൻ വേണ്ടി കഴിയും. ഒന്നാമത്തത് മനസ്സിലാക്കി കഴിഞ്ഞു. സെക്കൻഡ്, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. ആൻ ആർട്ട് ഈസ് പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. കല എപ്പോഴും വ്യക്തിപരമായിട്ടുള്ള അഥവാ വ്യക്തിഗതമായിട്ടുള്ള ഒരു പ്രയോഗമായിരിക്കും. വ്യക്തികളാണ് കലയിൽ പ്രയോഗം നടത്തുന്നത്. മാനേജ്മെൻറ്റ് ഓൾസോ പേഴ്സണലൈസ്ഡ്. മാനേജ്മെൻറ്റും ഇത്തരം വ്യക്തിയാധിഷ്ഠിതമാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇറ്റ് ഇൻവോൾവ്സ് ദി ആപ്ലിക്കേഷൻ ഓഫ് സ്കിൽ ആൻഡ് ടാലൻസ് ബൈ ദി മാനേജർ കൺസേൺഡ്. ബന്ധപ്പെട്ട മാനേജർ ആരാണോ അയാളുടെ പ്രാവീണ്യവും കഴിവുകളും ഒക്കെ പ്രയോഗിക്കുന്ന ഒരു തലം മാനേജ്മെൻറ്റിലും സംജാതമാകുന്നു. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ആർട്ടാണ്. അപ്പോൾ ആർട്ടിൻ്റെ 2 പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി. ആ പ്രത്യേകതകൾ മാനേജ്മെൻറ്റിലും കാണുന്നത് കൊണ്ടാണ് മാനേജ്മെൻറ്റിനെ ആർട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ 24ാമത്തെ ചോദ്യം എന്താണെന്നും അതിൻ്റെ ഉത്തരവും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 25 എന്താണ്? റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദി ഫോളോയിങ്. ഏതൊക്കെയാണ് ആ ഫോളോയിങ്? എ ഗ്ലോബലൈസേഷൻ, ബി പ്രൈവറ്റൈസേഷൻ. ഈ 2 പറ്റി ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഒന്നാമത്തത് എന്താണ്? ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. ശ്രദ്ധിക്കുക, ഗ്ലോബലൈസേഷൻ മീൻസ് integration of various economies of the world
into a global economy. It means free movement of goods, capital and labor across the global economy. സാധാരണയായി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ, അതായത് ചരക്കുകൾ, മൂലധനം, അതേപോലെ തന്നെ തൊഴിലാളികൾ ആഗോള വിപണിയിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന, നിയന്ത്രണങ്ങളില്ലാതെ ഫ്ലോ ചെയ്യപ്പെടുന്ന അഥവാ സഞ്ചരിക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തെയാണ് ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ബി, പ്രൈവറ്റൈസേഷൻ. അതിനെപ്പറ്റിയുള്ള ഷോർട്ട് നോട്ടാണ് ഇനി എഴുതേണ്ടത്. ശ്രദ്ധിക്കുക. പ്രൈവറ്റൈസേഷൻ ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് നാഷണലൈസേഷൻ. സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ദേശസാൽക്കരണത്തിൻ്റെ നേരെ വിപരീതമാണ്. നാഷണലൈസേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇഫ് ദി ഓണർഷിപ്പ് ഓർ മാനേജ്മെൻറ്റ് ഓഫ് ദി പബ്ലിക് സെക്ടർ ബിസിനസ് wholly or partially converted into private sector, this is called privatization. Privatization എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥത, മാനേജ്മെൻറ്റ് എന്നിവ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിനെയാണ് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 25ാമത്തെ ക്വസ്റ്റ്യന് രണ്ടിനും ഷോർട്ട് നോട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഗ്ലോബലൈസേഷൻ എന്താണെന്നും പ്രൈവറ്റൈസേഷൻ എന്താണെന്നും അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതും എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ബ്രീഫ്ലി ഡിസ്ക്രൈബ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ്. പ്ലാനിങ്ങിൻ്റെ 2 പ്രത്യേകതകൾ ചുരുക്കി വിവരിക്കുക. ശ്രദ്ധിക്കുക. ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ്. പ്ലാനിങ്ങിന് ധാരാളം പ്രത്യേകതകളുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് കാണുവാനും നോട്ട് എഴുതുവാനും ഒക്കെ സാധ്യമാകും. ശ്രദ്ധിക്കുക. ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ്. ഇവിടെ 2 പ്രത്യേകതകൾ മാത്രമേ ആവശ്യമുള്ളൂ. ഒന്ന്, പ്ലാനിംഗ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. ലക്ഷ്യാധിഷ്ഠിതമാണ് പ്ലാനിങ്ങും. പ്ലാനിംഗ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യാധിഷ്ഠിതമാണ്. ദാറ്റ് ഈസ് പ്ലാനിംഗ് ഈസ് ലിങ്ക്ഡ് വിത്ത് സർട്ടൻ ഗോൾ ഓർ ഒബ്ജക്റ്റീവ്സ്. സാധാരണയായി പ്ലാനിങ്ങിൽ ചില ലക്ഷ്യങ്ങൾ ലിങ്ക് ചെയ്യപ്പെടുന്നു. എ പ്ലാൻ സ്റ്റാർട്ട് വിത്ത് ദി സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒരു പ്ലാൻ ആരംഭിക്കുന്നത് തന്നെ ലക്ഷ്യം നിശ്ചയിക്കുന്നതിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്താണ്? പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? പ്ലാനിങ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. സെക്കൻഡ്, പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രാഥമിക ധർമ്മമാണ്. പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ. എ മാനേജർ മസ്റ്റ് ഡു പ്ലാനിങ് before he can undertake other managerial functions like organizing, staffing, directing and controlling. മറ്റ് മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളായ ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഇതൊക്കെ നടപ്പാക്കുന്നതിന് മുമ്പേ ഒരു മാനേജർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആസൂത്രണം ചെയ്യുക അഥവാ പ്ലാൻ ചെയ്യുക എന്നതാണ്. അതുകൊണ്ടാണ് പ്ലാനിങ്ങിനെ പ്രൈമറി ഫങ്ഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ 2 പ്രത്യേകതകൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. ഒന്നെന്താണ്? പ്ലാനിങ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. സെക്കൻഡ്, പ്ലാനിങ് ഈസ് എ പ്രൈമറി ഫങ്ഷൻ. അടുത്ത 27ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ലിസ്റ്റ് എനി 4 ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിവിഷണൽ ആൻഡ് ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻസ്. സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷനിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയില്ല എങ്കിൽ എൻ്റെ ചാനലിലെ
ഡിവിഷണൽ സ്ട്രക്ചർ, ഫങ്ഷണൽ സ്ട്രക്ചർ വീഡിയോ പരിശോധിക്കാവുന്നതാണ്. ഈ രണ്ട് സ്ട്രക്ചറുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും 4 വ്യത്യാസങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഡിവിഷണൽ ഘടനയും ഫങ്ഷണൽ ഘടനയും തമ്മിലുള്ള 4 വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക. 1. ഫങ്ഷണൽ സ്ട്രക്ചർ ഈസ് ഫോംഡ് ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ. സാധാരണയായി ഫങ്ഷണൽ സ്ട്രക്ചർ രൂപീകരിക്കുന്നത് ഫങ്ഷൻസിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ബട്ട് ഡിവിഷണൽ സ്ട്രക്ചർ ഈസ് ഫോംഡ് ഓൺ ദി ബേസിസ് ഓഫ് പ്രോഡക്ട്സ്. എന്നാൽ ഡിവിഷണൽ ഘടന രൂപീകൃതമാകുന്നത് ഉൽപ്പന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. സെക്കൻഡ്, ഫങ്ഷണൽ സ്ട്രക്ചർ ലീഡ്സ് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ, ബട്ട് ഡിവിഷണൽ സ്ട്രക്ചർ ലീഡ്സ് പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ. ഫങ്ഷണൽ സ്ട്രക്ചർ സാധാരണയായിട്ട് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷന് ഇടവരുത്തുന്നു. സാധാരണയായി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു തരം വിശേഷവൽക്കരണത്തിനാണ് ഫങ്ഷണൽ സ്ട്രക്ചർ ഇടവരുത്തുന്നത്. എന്നാൽ ഡിവിഷണൽ സ്ട്രക്ചർ പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷന് ഇടവരുത്തുന്നു. തേർഡ്, ഫങ്ഷണൽ സ്ട്രക്ചർ ഈസ് എക്കണോമിക്കൽ വേറേസ് ഡിവിഷണൽ സ്ട്രക്ചർ ഈസ് കോസ്റ്റ്ലി. ഫങ്ഷണൽ സ്ട്രക്ചർ സാമ്പത്തിക ചിലവ് കുറഞ്ഞതാണ്, എക്കണോമിക്കലാണ്. എന്നാൽ ഡിവിഷണൽ സ്ട്രക്ചർ കോസ്റ്റ്ലി ആണ്, ചിലവേറെ വരുന്ന ഒന്നാണ് ഡിവിഷണൽ സ്ട്രക്ചർ. നെക്സ്റ്റ്, 4ാമത്തെ വ്യത്യാസം. ഫങ്ഷണൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ഗ്രൂപ്പിംഗ് ഓഫ് ജോബ്സ് ഓഫ് സിമിലർ നേച്ചർ അണ്ടർ വൺ ഡിപ്പാർട്ട്മെൻറ്റ്, while divisional structure refers to grouping of jobs of one product under one department. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിംഗ് ഓഫ് ജോബ്സ് ആണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ സിമിലാരിറ്റിയെ അടിസ്ഥാനമാക്കി ജോബ്സ് ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനം. എന്നാൽ ഡിവിഷണൽ സ്ട്രക്ചറിൽ എന്താണ്? ഗ്രൂപ്പിംഗ് ഓഫ് ജോബ്സ് ഓഫ് വൺ പ്രൊഡക്റ്റ്, ഒരു ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ജോലികളുടെ ഗ്രൂപ്പിംഗ് ആണ് സാധാരണയായി ഡിവിഷണൽ സ്ട്രക്ചറിന് ആധാരം. അപ്പോൾ 4 വ്യത്യാസങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. 27 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത 28ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. എക്സ്പ്ലെയിൻ എനി 2 ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സിലെ ഏതെങ്കിലും 2 എണ്ണം വിവരിക്കുക. അതാണ് 28ാമത്തെ ചോദ്യം. ഓൺ ദി ജോബ് ട്രെയിനിങ്ങും ഉണ്ട്, ഓഫ് ദി ജോബ് ട്രെയിനിങ്ങും ഉണ്ട്. അതിലെ ഓൺ ദി ജോബ് ട്രെയിനിങ്ങിലെ ഏതെങ്കിലും 2 മെത്തേഡ്സ് വിവരിക്കുക എന്നതാണ് 28ാമത്തെ ചോദ്യം. ഒന്നാമത്തെ ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് ശ്രദ്ധിക്കുക. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്, APPRENTICESHIP, അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ശ്രദ്ധിക്കുക. ഹിയർ trainees are placed under the guidance of an expert for a specific period of time. ഇവിടെ ട്രെയിനിയെ വിദഗ്ധനായ ഒരാളുടെ കീഴിൽ അയാളുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കാൻ വേണ്ടി സജ്ജമാക്കുന്നു. During the course of training, the expert imparts complete knowledge with the theoretical and practical aspects of the job. ജോബ് സംബന്ധമായിട്ടുള്ള, ജോലി സംബന്ധമായിട്ടുള്ള പ്രായോഗിക സൈദ്ധാന്തികപരമായിട്ടുള്ള മുഴുവൻ ജ്ഞാനവും ഈ ട്രെയിനിങ് കാലയളവിൽ ഈ വിദഗ്ധനായ കക്ഷി ട്രെയിനിയെ പരിശീലിപ്പിക്കുന്നു. ഇതാണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിൽ സംഭവിക്കുന്നത്. 2ാമത്തെ ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് ശ്രദ്ധിക്കുക. ജോബ് റൊട്ടേഷൻ പേരിൽ തന്നെ ഉണ്ട്.
അതെന്തായിരിക്കുമെന്ന്. ജോബ് റൊട്ടേഷൻ. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റുക എന്നാണല്ലോ. വിവരണം ശ്രദ്ധിക്കുക. ദിസ് കൈൻഡ് ഓഫ് ട്രെയിനിങ് ഇൻവോൾവ്സ് ഷിഫ്റ്റിംഗ് ദി ട്രെയിനി ഫ്രം വൺ ഡിപ്പാർട്ട്മെന്റ് ടു അനദർ ഓർ ഫ്രം വൺ ജോബ് ടു അനദർ. ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളിയെ അഥവാ ട്രെയിനിയെ ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലോ അല്ലായെങ്കിൽ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്കോ മാറ്റുന്നു. ദിസ് എനേബിൾ ദി ട്രെയിനി ടു ഗെയിൻ എ ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഓൾ ജോബ്സ് ഓഫ് ദി ബിസിനസ്. ഇത് ട്രെയിനിയെ എന്തിലേക്ക് എത്തിക്കുന്നു? സാധാരണയായി സ്ഥാപനത്തിൻ്റെ വ്യത്യസ്ത ജോലികളെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനും അതേപോലെ തന്നെ വ്യത്യസ്ത ജോലികൾ എന്തൊക്കെയാണ് സ്ഥാപനത്തിൽ ഉള്ളത് എന്ന് വളരെ വിശാലമായിട്ട് ട്രെയിനിക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ ഇത്തരം ട്രെയിനിങ് സഹായിക്കുന്നു എന്നതാണ് ജോബ് റൊട്ടേഷൻ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ഓൺ ദി ജോബ് ട്രെയിനിങ് 2 മെത്തേഡ്സ് നമ്മളിവിടെ മനസ്സിലാക്കി. ഏതൊക്കെയാണ്? അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്, ജോബ് റൊട്ടേഷൻ. മറ്റ് മെത്തേഡ്സും ഉണ്ട്. നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ. മാച്ച് ദി ഫോളോയിങ്. എയും ബിയും നൽകിയിട്ടുണ്ട്. അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ ഉത്തരം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ചോദ്യം നിങ്ങൾ കാണുന്നുണ്ട്. എ, എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. അത് പ്രൈസാണ്. പ്രൈസിനെയാണ് എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നേരെ ബിയിൽ പ്രൈസ് എന്നാണ് എഴുതേണ്ടത്. ബി, എ ബണ്ടിൽ ഓഫ് യൂട്ടിലിറ്റീസ്. അതിനെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നേരെ ബിയിൽ എന്തെഴുതണം? പ്രൊഡക്റ്റ് എന്നെഴുതണം. സി, ടൂൾസ് ടു എൻഹാൻസ് സെയിൽസ്. സെയിൽസിനെ വർദ്ധിപ്പിക്കുന്ന ടൂൾ എന്താണ്? ആർക്കും മനസ്സിലാവും. പ്രമോഷനാണ്. അപ്പോൾ അതിന് നേരെ ബിയിൽ എന്തെഴുതണം? പ്രമോഷൻ എന്നെഴുതണം. നെക്സ്റ്റ് ഡി, മേക്കിംഗ് പ്രോഡക്ട്സ് അവൈലബിൾ ടു കൺസ്യൂമേഴ്സ്. വെരി ക്ലിയർ. പ്ലേസ് ഓർ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ മാച്ച് ദി ഫോളോയിങ് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് 30ാമത്തെ ക്വസ്റ്റ്യനാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ലിസ്റ്റ് എനി 4 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. സ്ഥാപനത്തിൻ്റെ, കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 ഘടകം, ഓരോ ഘടകത്തിന് ഓരോ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഉത്തരം 1ാമത്തെ ഘടകം, നേച്ചർ ഓഫ് ബിസിനസ്. നേച്ചർ ഓഫ് ബിസിനസ് is an important factor which affect the working capital requirements of a company. ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. വ്യാപാരത്തിൻ്റെ പ്രകൃതം. പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് റിക്വയേഴ്സ് ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ. പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസിൻ്റെ പ്രത്യേകത, അവ സാധാരണയായിട്ട് കടം കൊടുക്കാറില്ല. റൊക്കം കേഷിനുള്ള ഇടപാടുകൾ മാത്രമേ നടത്തുകയുള്ളൂ. റെയിൽവേ കമ്പനി, ഇലക്ട്രിസിറ്റി, ഇവയൊക്കെ അവയ്ക്ക് ബാഡ് ഡെബ്റ്റ്സ് അങ്ങനെ സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് മതിയാകും. വൈൽ ലാർജ് ബിസിനസ്, ദറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ കൺസേൺസ്, റിക്വയേഴ്സ് ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സാധാരണയായി വ്യവസായ സംരംഭങ്ങൾക്ക് പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ് അല്ലാത്ത വ്യവസായ സംരംഭങ്ങൾക്ക് കൂടിയ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. 1ാമത്തെ പോയിന്റ് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. വ്യാപാരത്തിൻ്റെ വലിപ്പം എളുപ്പത്തിൽ മനസ്സിലാക്കാം. ചെറുകിട സ്ഥാപനങ്ങളാണെങ്കിൽ ചെറിയ തോതിൽ വർക്കിംഗ് ക്യാപിറ്റൽ മതിയാകും. വൻകിട സ്ഥാപനങ്ങളാണെങ്കിൽ വൻ തോതിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്.
Small business requires smaller amount of working capital, while large business requires large amount of working capital. മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. തേർഡ്, ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ലീഡ്സ് ടു റൈസ് ഇൻ പ്രൈസ്. ഇൻഫ്ലേഷൻ എന്തിലേക്ക് നയിക്കാം? ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നതിലേക്ക് നയിക്കാം. ഇൻ സച്ച് എ സിറ്റുവേഷൻ മോർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയേർഡ്. അത്തരം ഘടകം ഉണ്ടാകുമ്പോൾ, ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ കൂടിയ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ഫോർത്ത്, എക്കണോമിക് കണ്ടീഷൻ. സാധാരണയായി ചില എക്കണോമിക് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ബൂം പീരീഡ്, ഡിപ്രഷൻ എക്സെട്ര. ശ്രദ്ധിക്കുക, ഇൻ ബൂം പീരീഡ് സെയിൽസ് ആസ് വെൽ ആസ് പ്രൊഡക്ഷൻ ഷൂട്ട് അപ്പ്, വിച്ച് കോൾസ് ഫോർ ലാർജർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ബൂം പീരീഡിൽ ഉൽപാദനവും വിൽപ്പനയും ഒക്കെ ഗണ്യമായി വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ കൂടിയ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ബട്ട് ഡ്യൂറിങ് ഡിപ്രഷൻ ലെസ്സർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നീഡഡ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വിൽപ്പനയുടെ അളവ് കുറഞ്ഞു പോകും, സാധാരണ വിലയേക്കാൾ കുറഞ്ഞു പോകും ഉൽപ്പന്നങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ചു മതിയാകുന്നതാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിനെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. 31ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എന്താണ് 31ാമത്തെ ക്വസ്റ്റ്യൻ? നെയിം എനി 4 പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ഓഫ് സെബി. സെബിക്ക് പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. പ്രധാനമായിട്ടും 3 തരം ഫങ്ഷൻസ് ആണുള്ളത്. അതിൽ ഒന്നാണ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ഓഫ് സെബി. അതിൽ 4 എണ്ണം എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണിത്. ഉത്തരം ശ്രദ്ധിക്കുക. പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ഓഫ് സെബി: പ്രിവെൻഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് ബൈ ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് എക്സെട്ര ഓഫ് ദി കമ്പനി. ഒരു പ്രധാനപ്പെട്ട പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ എന്താണ്? ഇൻസൈഡർ ട്രേഡിങ്ങിനെ തടയുക. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനിയിലെ ഡയറക്ടർമാർ, പ്രൊമോട്ടർമാർ എന്നിവർ ഓഹരി വിപണിയിൽ, ഓഹരികളിൽ ട്രേഡിംഗ് നടത്തുന്നതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് തടയുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ. സെക്കൻഡ്, പ്രോഹിബിറ്റിംഗ് ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഇൻ ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ വഞ്ചനാപരമായിട്ടുള്ള, ഫെയർ അല്ലാത്ത തരത്തിലുള്ള വാങ്ങൽ, വിൽക്കൽ എന്നിവയെ തടയുക. അതാണ് രണ്ടാമത്തത്. തേർഡ്, പ്രൊമോട്ടിംഗ് ഫെയർ പ്രാക്ടീസസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്ട് ഇൻ ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ന്യായമായിട്ടുള്ള കച്ചവടം എന്ന് പറഞ്ഞാൽ ഓഹരികൾ വാങ്ങലും വിൽക്കലും, അതിനെ പ്രോത്സാഹിപ്പിക്കുക അഥവാ പ്രൊമോട്ട് ചെയ്യുക. അതാണ് മൂന്നാമത്തത്. നാലാമതായിട്ട് എഡ്യൂക്കേറ്റിംഗ് ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകരെ പഠിപ്പിക്കുക, അവരെ ജ്ഞാനമുള്ളവരാക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിക്ഷേപകർക്ക് അത് ഗുണകരമായിരിക്കും. അപ്പോൾ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ഓഫ് സെബി മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ 32 to 40 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ശ്രദ്ധിക്കുക. 32ാമത്തെ ചോദ്യം: ക്ലാസിഫൈ ദി ഫോളോയിങ് പേഴ്സണൽസ് അണ്ടർ ഡിഫറൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ജീവനക്കാരെ അഥവാ മാനേജീരിയൽ പേഴ്സണൽസിനെ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്നിങ്ങനെ ചിത്രീകരിക്കുക. അതിലെ ഉത്തരം മാത്രമാണ് പറയുന്നത്. ചെയർമാൻ ഐഫണിട്ട് ടോപ്പ് ലെവൽ എന്ന് എഴുതുക. ഉത്തരം എന്താണ്? ചെയർമാൻ ടോപ്പ് ലെവൽ. ബി സൂപ്പർവൈസർ ലോവർ ലെവൽ. സി ഫോർമാൻ ലോവർ ലെവൽ. ഡി മാനേജിംഗ് ഡയറക്ടർ ടോപ്പ് ലെവൽ മാനേജറാണ്. ഇ പ്രൊഡക്ഷൻ മാനേജർ മിഡിൽ ലെവൽ മാനേജറാണ്.
ഇതൊക്കെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. ഇങ്ങനെ വർഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ 5 ഉത്തരം ശരിയായിരുന്നു എങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഇനി 33-ാമത്തത്, ഡ്രോ എ ഡയഗ്രാം ഷോയിങ് ദി ടെക്നിക്സ് ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ബൈ FW ടൈലർ. അതിൻ്റെ 33-ാമത്തെ ചോദ്യം എന്താണ്? FW ടൈലറുടെ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് അതിൻ്റെ ഡയഗ്രം വരയ്ക്കുക എന്നതാണ് ചോദ്യം. അതെ, ഈ ചോദ്യത്തിന് ശേഷം അതിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് 34-ാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ് 34-ാമത്തെ ചോദ്യം. അതിൻ്റെ കൂടെ തന്നെ എക്സ്പ്ലെയിൻ എനി 2 ഡയമെൻഷൻസ് ഓഫ് ഇറ്റ്. വ്യാപാര പരിതസ്ഥിതി എന്നാൽ എന്ത്? അതിൻ്റെ ഏതെങ്കിലും 2 മാനങ്ങൾ എഴുതുക. ഉത്തരം ശ്രദ്ധിക്കുക. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ദി സറൗണ്ടിങ്സ് ഇൻ വിച്ച് ബിസിനസ് എക്സിസ്റ്റ്. വ്യാപാര സ്ഥാപനം അഥവാ വ്യാപാരം നിലനിൽക്കുന്നതിൻ്റെ സറൗണ്ടിങ്സിനെയാണ് വ്യാപാര പരിതസ്ഥിതി എന്ന് പറയുന്നത്. ബിസിനസ് എൻവയോൺമെൻറ്റ് റെഫേഴ്സ് ടു all those factors that are outside the control of business but are continuously affect its performance. വ്യാപാരത്തിന് പുറത്തുള്ള വ്യാപാരത്തിൻ്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള എന്നാൽ വ്യാപാരത്തിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇത്തരം ഘടകങ്ങളെയാണ് വ്യാപാര പരിതസ്ഥിതി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എക്കണോമിക്കൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ദി ബിസിനസ്. ഇതിൽ ഉൾക്കൊള്ളുന്നത് എന്തൊക്കെയാണ്? എക്കണോമിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, അതേപോലെ തന്നെ ലീഗൽ ഫാക്ടേഴ്സ് എന്നിവയാണ്. ഇതിലെ ഏതെങ്കിലും 2 വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എക്കണോമിക് എൻവയോൺമെൻറ്റ്. ശ്രദ്ധിക്കുക, എക്കണോമിക് എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എക്കണോമിക് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസസ് ദി ബിസിനസ്. സാധാരണയായി വ്യാപാരത്തെ സ്വാധീനിക്കുന്ന ചില സാമ്പത്തിക ഘടകങ്ങളുണ്ട്. അത്തരം സാമ്പത്തിക ഘടകങ്ങളെയാണ് സാമ്പത്തിക പരിതസ്ഥിതി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫാക്ടേഴ്സ് സച്ച് ആസ് ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്സ്, മോണിറ്ററി പോളിസി, കോമ്പറ്റീഷൻ എക്സെട്ര. ഇതിൽ ഉൾക്കൊള്ളുന്ന സാമ്പത്തിക പരിതസ്ഥിതി ഘടകങ്ങളിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാണ്യപ്പെരുപ്പം, ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്സ്, പലിശ നിരക്ക്, മോണിറ്ററി പോളിസി, കോമ്പറ്റീഷൻ മുതലായവയാണ്. സെക്കൻഡ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് എക്സ്പ്ലെയിൻസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സൊസൈറ്റി ഇൻ വിച്ച് ദി ബിസിനസ് ഓർഗനൈസേഷൻ എക്സിസ്റ്റ്. സോഷ്യൽ എൻവയോൺമെൻറ്റ് അഥവാ സാമൂഹിക പരിതസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ വിശേഷ ലക്ഷണങ്ങളാണ്. ഓരോ സമൂഹത്തിനും ആ സമൂഹത്തിൻ്റെതായ വിശേഷ ലക്ഷണങ്ങളുണ്ടായിരിക്കും. അതിനെയാണ് സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, റിലീജിയൻ, കസ്റ്റംസ്, ട്രഡിഷൻസ്, ബിലീഫ്സ്, ലൈക്സ്, ഡിസ്ലൈക്സ്, പ്രിഫറൻസസ് എക്സെട്ര. മതം, പാരമ്പര്യം, വിശ്വാസങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, താല്പര്യം, ഇതൊക്കെ സാമൂഹ്യപരമായ ഘടകങ്ങളിലെ ചില പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. ഇത് വ്യാപാരത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ
34-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. 35-ാമത്തെ ചോദ്യം, ഡ്രോ എ ചാർട്ട് ഷോയിങ് ഡിവിഷണൽ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഡിവിഷണൽ ഘടനയുടെ ഒരു ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതോടൊപ്പം തന്നെ 33-ാമത്തെ ചോദ്യം എന്താണ്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൻ്റെ ചാർട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ശ്രദ്ധിക്കുക. 33-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണിത്. 33-ാമത്തെ ചോദ്യം എന്താണ്? ഡ്രോ എ ഡയഗ്രാം ഷോയിങ് ദി ടെക്നിക്സ് ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ബൈ FW ടൈലർ. പ്രൊഡക്ഷൻ മാനേജർ ചെയ്യുന്ന കാര്യത്തെ 2 സ്പെഷ്യലിസ്റ്റ് വിഭാഗങ്ങളായി തരംതിരിക്കുന്നു. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ 4 സ്പെഷ്യലിസ്റ്റുകളും അതേപോലെ തന്നെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ 4 സ്പെഷ്യലിസ്റ്റുകളും ഈ ചാർട്ടിൽ ഉണ്ടായിരിക്കും. ആരൊക്കെയാണ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള 4 സ്പെഷ്യലിസ്റ്റുകൾ? റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനേറിയൻ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലെ 4 സ്പെഷ്യലിസ്റ്റുകൾ ആരൊക്കെയാണ്? ഗാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. ഈ 8 സ്പെഷ്യലിസ്റ്റുകൾക്ക് കീഴിലാണ് വർക്കേഴ്സ് ഉണ്ടായിരിക്കുക. ഈ ചിത്രീകരണത്തെയാണ് ടൈലേഴ്സ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ പ്ലാനിങ്ങിനെയും പ്രൊഡക്ഷനെയും വേർതിരിക്കുന്നു. അഥവാ ചിന്തിക്കുന്ന പ്രവർത്തനമാണ് പ്ലാനിങ്. അതിനെയും സാധാരണയായി പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനത്തെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിനെ 2ആയി വിഭജിച്ചിരിക്കുന്നു. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലും 4 സ്പെഷ്യലിസ്റ്റുകളും. അങ്ങനെ മൊത്തം 8 സ്പെഷ്യലിസ്റ്റുകൾ. അവർക്ക് കീഴിൽ വർക്കേഴ്സും ഉണ്ടാകുന്ന സംവിധാനമാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. എളുപ്പത്തിൽ ഇതിൻ്റെ ചിത്രീകരണം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് 35-ാമത്തെ ചാർട്ട് എന്താണ്? ഡ്രോ എ ചാർട്ട് ഷോയിങ് ഡിവിഷണൽ സ്ട്രക്ചർ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ ഒരു ചാർട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചാർട്ട് ഷോയിങ് ദി ഡിവിഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. മാനേജിംഗ് ഡയറക്ടർ, അയാൾക്ക് കീഴിൽ 4 വിഭാഗങ്ങൾ. പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്മെറ്റിക് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഗാർമെൻറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഫുട്വെയർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇതൊക്കെ പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണുള്ളത്. കെമിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അങ്ങനെ ഓരോ പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലും പ്രൊഡക്ഷൻ, പർച്ചേസ്, ഫൈനാൻസ്, മാർക്കറ്റിംഗ് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളും. ഈ ഒരു ചിത്രീകരണത്തെയാണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തരംതിരിവ് മാനേജിംഗ് ഡയറക്ടർക്ക് കീഴിൽ കാണാൻ വേണ്ടി സാധിക്കും. ഏതൊക്കെയാണ്? കോസ്മെറ്റിക് ഡിപ്പാർട്ട്മെൻറ്റ്, ഗാർമെൻറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇതൊക്കെ പ്രൊഡക്റ്റിൻ്റെ വിശാലമായ തരംതിരിവാണല്ലോ. ഫുട്വെയർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, കെമിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതിന് കീഴിൽ പ്രൊഡക്ഷൻ, പർച്ചേസ്, ഫൈനാൻസ്, മാർക്കറ്റിംഗ്. ഓരോന്നിലും ഈ ഒരു ചിത്രീകരണമാണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 35 വരെയുള്ള ആൻസർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 36. Fill appropriately as per hint given. താഴെ നൽകിയിരിക്കുന്ന ഹിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ളതിൻ്റെ ഉത്തരം ഏറ്റവും അനുയോജ്യമായത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ എ,
പൊളിറ്റിക്കൽ ഐഡിയോളജി ഓഫ് ഗവൺമെൻറ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, അതേപോലെ മറ്റ് ഉത്തരങ്ങളും എഴുതേണ്ടതാണ്. സെക്കൻഡ്, ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ, ഉത്തരം സോഷ്യൽ എൻവയോൺമെൻറ്റ്. സി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അനുയോജ്യമായത് ലീഗൽ എൻവയോൺമെൻറ്റ്. ഡി, സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെൻറ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്. ഇ, ചേഞ്ച് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്. എഫ്, ഷിഫ്റ്റ് ഫ്രം ടൈപ്പ്റൈറ്റേഴ്സ് ടു കമ്പ്യൂട്ടേഴ്സ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. എല്ലാ ഉത്തരങ്ങളും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി 2 internal sources of recruitment. Write a note on any 2 internal sources of recruitment. റിക്രൂട്ട്മെൻറ്റിൻ്റെ ആന്തരിക ഉറവിടത്തിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. അതിനെപ്പറ്റിയാണ് ചോദ്യം. There are generally 2 internal sources of recruitment. They are first transfers. ശ്രദ്ധിക്കുക, ട്രാൻസ്ഫേഴ്സ് ഇൻവോൾവ് ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം one place of job to another place of job or one department to another. ഒരു ജീവനക്കാരനെ അയാൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കോ അല്ല എങ്കിൽ ഒരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലേക്കോ മാറ്റുന്നതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ വിൽ നോട്ട് ഹാവ് എനി ചേഞ്ച് ഇൻ പൊസിഷൻ or remuneration of an employee. ട്രാൻസ്ഫർ നൽകിക്കഴിഞ്ഞാൽ അത് ജീവനക്കാരൻ്റെ സ്ഥാനത്തിനോ അയാളുടെ ജോലിയിലുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥാനത്തെയോ അല്ല എങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെയോ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നില്ല, ഒരു ചേഞ്ചസും ഉണ്ടാക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, transfer of government higher secondary school teachers from Vadagara to Kannur. അപ്പോൾ ട്രാൻസ്ഫേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് 37-ൽ 2, പ്രൊമോഷൻ. ശ്രദ്ധിക്കുക, പ്രൊമോഷൻ refers to the shifting of an employee from a lower position to a higher position. ജീവനക്കാരനെ അയാളുടെ ഇപ്പോഴത്തെ താഴ്ന്ന സ്ഥാനത്തു നിന്നും ഉയർന്ന സ്ഥാനത്തേക്ക് മാറ്റുന്നതിനെയാണ് സ്ഥാനക്കയറ്റം അഥവാ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാരീസ് ഹയർ സ്റ്റാറ്റസ്, ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് മോർ പേ. ഇങ്ങനെ പ്രൊമോഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത് നിലവിലുള്ള അയാളുടെ ജോലിയുടെ സ്റ്റാറ്റസിനെ വർദ്ധിപ്പിക്കും, അയാളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കും, അയാൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ നമ്മൾ 37ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ദി തിയറി ഓഫ് നീഡ് ഹൈറാർക്കി ബൈ അബ്രഹാം മാസ്ലോ. അബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഉത്തരം ശ്രദ്ധിക്കുക. അബ്രഹാം മാസ്ലോ, US സൈക്കോളജിസ്റ്റ്, ഡെവലപ്ഡ് എ തിയറി ഓഫ് മോട്ടിവേഷൻ ബേസ്ഡ് ഓൺ ദി ഹൈറാർക്കി ഓഫ് നീഡ്സ്. അബ്രഹാം മാസ്ലോ അയാൾ മോട്ടിവേഷൻ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, വികസിപ്പിച്ചിരിക്കുന്നത് ആവശ്യങ്ങളുടെ ശ്രേണിയിൽ നിന്നാണ്. അക്കോർഡിംഗ് ടു ഹിം there are 5 categories of needs. അയാൾ ആവശ്യങ്ങളെ 5ആയി വർഗീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ്, ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്.
There are basic needs of individual. ഓരോ വ്യക്തിക്കും അടിസ്ഥാനപരമായ ആവശ്യങ്ങളുണ്ട്. എന്തൊക്കെയാണവ? നീഡ് ഫോർ ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എക്സെട്ര. സെക്കൻഡ്, സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്. These needs provides security from physical and emotional harm. സേഫ്റ്റി നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികപരമായ അല്ലെങ്കിൽ വൈകാരികപരമായിട്ടുള്ള ചില തടസ്സങ്ങളുണ്ടാവും. അതിനെതിരെ ആയിട്ടുള്ള ആവശ്യങ്ങളാണ്. എക്സാമ്പിൾ ജോബ് സെക്യൂരിറ്റി, ഇൻഷുറൻസ്, പെൻഷൻ, എക്സെട്ര. കൊലപ്പെടുത്തലിനെതിരെയുള്ള ആവശ്യങ്ങൾ സേഫ്റ്റി നീഡ്സ് ആണ്. സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ആവശ്യം സേഫ്റ്റി നീഡ്സ് ആണ്. എക്കണോമിക് സേഫ്റ്റിയും അതേപോലെ തന്നെ ഫിസിക്കൽ സേഫ്റ്റിയും സേഫ്റ്റി നീഡ്സിൻ്റെ ഭാഗമാണ്. തേർഡ്, ബിലോങ്ങിങ് നീഡ്സ് ഓർ സോഷ്യൽ നീഡ്സ്. Man is a social animal. He expects certain help from the society and provides some help to the society. സാധാരണയായി മനുഷ്യരെ വിശേഷിപ്പിക്കുന്നത് സാമൂഹ്യ മൃഗം എന്നാണ്. അയാൾ ചില സേവനങ്ങൾ സമൂഹത്തിന് ചെയ്തു കൊടുക്കും, സമൂഹത്തിൽ നിന്ന് ചില സേവനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യും. ഇൻ ബിറ്റ്വീൻ ദി ടു, ഈ രണ്ടിനിടയ്ക്ക് സം നീഡ്സ് എമർജസ്, ചില ആവശ്യങ്ങൾ ഉടലെടുക്കുന്നു. ദേ ആർ ലവ്, അഫെക്ഷൻ, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, ഫ്രണ്ട്ഷിപ്പ്, എക്സെട്ര. ഫോർത്ത്, എസ്റ്റീം നീഡ്സ്. എസ്റ്റീം നീഡ്സ് includes desire for status, prestige, self-respect, respect from others, etc. Esteem needs or ego needs എന്ന് പറഞ്ഞാൽ പ്രശസ്തി, അതേപോലെ തന്നെ റെസ്പെക്റ്റ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവർ തന്നെ ആദരിക്കുന്നു, ആദരവിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ. ഇതൊക്കെ എസ്റ്റീം നീഡ്സിൻ്റെ ഭാഗമാണ്. ലാസ്റ്റ് നമ്പർ 5, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ്സ് ഇൻ ദി ഹൈറാർക്കി. ഈ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യങ്ങളാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇറ്റ് റെഫേഴ്സ് ടു ദി ഡിസയർ ടു ബിക്കം വാട്ട് വൺ ഈസ് കേപ്പബിൾ ഓഫ് ബിക്കമിങ്. ഒരാൾക്ക് അയാളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് എന്തായി തീരാൻ വേണ്ടി സാധിക്കുന്നുവോ അത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൻ്റെ ഭാഗമാണ് എന്ന് പറയാവുന്നതാണ്. ഏത് ആരോഹകർക്കും മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എവറസ്റ്റ് കീഴടക്കുക എന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ആവശ്യം സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ മാസ്ലോസ് നീഡ് ഹൈറാർക്കി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇല്ലസ്ട്രേറ്റ് ദി വേരിയസ് സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ് പ്രോസസ്. കൺട്രോളിങ്ങിലെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്സ് വിവരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് കൺട്രോളിങ്ങിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്സ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ്, സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദി കൺട്രോളിംഗ് പ്രോസസ് ഈസ് സെറ്റിംഗ് അപ്പ് ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. സാധാരണയായി ചെയ്യുന്ന ജോലിക്ക് ഒരു നിലവാരം നിശ്ചയിക്കുക എന്നതാണ് കൺട്രോളിംഗ് പ്രക്രിയയിലെ ആദ്യ പടി. സ്റ്റാൻഡേർഡ്സ് ആക്ട് ആസ് ദി ക്രൈറ്റീരിയ എഗൻസ്റ്റ് വിച്ച് ആക്ച്വൽ പെർഫോമൻസ് ഈസ് മെഷേർഡ്. ഈ നിലവാരം എന്ന് പറയുന്നത് ഒരു മാനദണ്ഡമാണ്. യഥാർത്ഥത്തിൽ ഉള്ള പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കാനുള്ള ഒരു മാനദണ്ഡമാണ് നിലവാരം അഥവാ സ്റ്റാൻഡേർഡ്സ്. Standards can be set in both
ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ് ടേംസ്. നിലവാരം ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലും ക്വാളിറ്റേറ്റീവ് ടേംസിലും നിശ്ചയിക്കാൻ വേണ്ടി സാധ്യമാകുന്നതാണ്. സെക്കൻഡ് സ്റ്റെപ്പ്, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് in the controlling process is measurement of actual performance. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥ പ്രവർത്തനം തിട്ടപ്പെടുത്തുക എന്നതാണ്. പെർഫോമൻസ് ഷുഡ് ബി മെഷേർഡ് ഓൺ ആൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിലയബിൾ ബേസിസ്. There are various techniques for measurement of performance like personal observation, sample checking, performance reports, etc. To make a comparison easier, performance should be measured. സാധാരണയായിട്ട് കമ്പാരിസൺ എളുപ്പത്തിലാക്കാൻ വേണ്ടി, അതായത് സ്റ്റാൻഡേർഡ്സും യഥാർത്ഥ പെർഫോമൻസും തമ്മിലുള്ള താരതമ്യം എളുപ്പത്തിലാക്കാൻ വേണ്ടി യഥാർത്ഥത്തിലുള്ള പ്രവർത്തനം തിട്ടപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. Third step, comparing actual performance with standards. The next step involves comparing the actual performance with standards. ഈ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ്സും രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസും അവ താരതമ്യം ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. Such a comparison reveals the deviation between actual and desired results. ഇത്തരമൊരു താരതമ്യം എന്തിലേക്ക് നയിക്കപ്പെടാം? എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ, നിലവാരവും യഥാർത്ഥ പെർഫോമൻസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയും. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ്, അനലൈസിങ് ഡീവിയേഷൻസ്. At this stage, the extent of deviations and the cause of such deviations are to be found out. ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രവർത്തനവും നിലവാരവും തമ്മിലുള്ള ഡീവിയേഷൻ്റെ എക്സ്റ്റെൻറ്റ് എത്രത്തോളമുണ്ട് എന്ന് കണ്ടെത്തുന്നു. ഡീവിയേഷൻ മീൻസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്ച്വൽ റിസൾട്ട് ആൻഡ് ദി സ്റ്റാൻഡേർഡ്സ് സെറ്റ്. ഇവിടെ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിലുള്ള പ്രവർത്തനവും അതേപോലെ നിലവാരവും തമ്മിലുള്ള വ്യത്യാസം, അതിനെയാണ് ഇവിടെ ഡീവിയേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, നമ്പർ 5, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ദി ലാസ്റ്റ് ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ ദി കൺട്രോളിംഗ് പ്രോസസ് ഈസ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. തിരുത്തൽ നടപടികൾ കൈക്കൊള്ളുക എന്നതാണ് അവസാനത്തെ, എന്നാൽ പ്രാധാന്യം ഒട്ടും കുറവില്ലാത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നോ കറക്റ്റീവ് ആക്ഷൻ ഈസ് റിക്വയർഡ് ഇൻ കേസ് ഓഫ് ഡീവിയേഷൻസ് ആർ വിത്തിൻ പെർമിസബിൾ ലിമിറ്റ്സ്. ഡീവിയേഷൻ മുൻകൂട്ടി അനുവദിക്കപ്പെട്ട തരത്തിലുള്ള ഒന്നാണെങ്കിൽ അവിടെ തിരുത്തൽ നടപടി ആവശ്യമില്ല. ഇഫ് ഡീവിയേഷൻസ് ഗോ ബിയോണ്ട് ദിസ് ലെവൽ, എന്നാൽ ഡീവിയേഷൻസ് ഈ ലെവലിനേക്കാൾ അധികമാണെങ്കിൽ ഇറ്റ് റിക്വയേഴ്സ് ഇമ്മീഡിയറ്റ് മാനേജീരിയൽ ആക്ഷൻ. അവിടെ മാനേജ്മെൻറ്റിൻ്റെ പെട്ടെന്നുള്ള പ്രവർത്തനം ആവശ്യമായി വരുന്നു, തിരുത്തൽ നടപടികൾ കൈക്കൊള്ളേണ്ടി വരുന്നു എന്നതാണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ 39ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, നമ്പർ 40, മാച്ച് ദി ഫോളോയിങ്. എ, ബി 2 കോളംസ് നൽകിയിട്ടുണ്ട്, അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ശ്രദ്ധിക്കുക, എയിൽ ആദ്യത്തെ എ എന്താണ്? സെലക്ഷൻ പ്രോസസ് ഓഫ് എംപ്ലോയീസ്. ഉത്തരമാണ് പറയുന്നത് പ്രൊസീജിയർ. ബി, പ്രൊമോഷൻ ബേസ്ഡ് ഓൺ സീനിയോറിറ്റി ഓൺലി. പോളിസി, അതൊരു പോളിസിയാണ്. സി, കാഷ്വൽ ലീവ് ഓഫ് 2 per month ഫോർ എംപ്ലോയീസ്.
ശ്രദ്ധിക്കുക, റൂളാണത്. നെക്സ്റ്റ്, കോൺഫറൻസ് ഫോർ മാനേജേഴ്സ്. കോൺഫറൻസ് ഫോർ മാനേജേഴ്സ് പ്രോഗ്രാം ആകുന്നു. ലാസ്റ്റ്, ടൈം വേജ് സിസ്റ്റം. ടൈം വേജ് സിസ്റ്റം അത് മെത്തേഡാണ്. മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻ്റ് ആണല്ലോ, അതുകൊണ്ട് അതിനെ മെത്തേഡ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ 40 ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 41, ഡിസ്ക്രൈബ് ദി വേരിയസ് സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് പ്രോസസ്. പ്ലാനിംഗ് പ്രക്രിയയിലെ വ്യത്യസ്ത നടപടികൾ വിവരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ഉത്തരം മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇതിനു മുമ്പേ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകുന്നതായിരിക്കും, നിങ്ങൾ പരിശോധിക്കുക. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രിമൈസസ്, ഐഡൻറ്റിഫൈയിങ് വേരിയസ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, സെലക്ടിങ് ആൻ ആൾട്ടർനേറ്റീവ്, ഇംപ്ലിമെൻറ്റിംഗ് ദി പ്ലാൻ, ഫോളോ അപ്പ്, അങ്ങനെയുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകുന്നുണ്ട്. വിശദമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് എഴുതാൻ വേണ്ടി വരെ അതിൽ സൗകര്യമുണ്ടായിരിക്കും. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 4 എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ ഏതെങ്കിലും 4 എണ്ണം വിവരിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ശ്രദ്ധിക്കുക, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഒന്ന്. സംടൈംസ് ദി ഓർഗനൈസേഷൻ പേസ്റ്റ് നോട്ടീസ് അറ്റ് ദി ഗേറ്റ് ഓഫ് ദിയർ ഓഫീസ് ഓർ ഫാക്ടറീസ് സ്റ്റേറ്റിംഗ് ദി വേക്കൻറ്റ് ജോബ് പൊസിഷൻസ്. ചിലപ്പോൾ സ്ഥാപനം അതിൻ്റെ ഓഫീസിന് പുറത്തോ ഫാക്ടറിക്ക് പുറത്തോ ജോലി ഒഴിവുകളെ സംബന്ധിക്കുന്ന ഒരു നോട്ടീസ് പതിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതുമായിരിക്കും. ഇത്തരമൊരു റിക്രൂട്ട്മെൻറ്റിനാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ദി പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദോസ് ജോബ്സ് വാക്ക് ഇൻ ഫോർ ദി ഇൻ്റർവ്യൂ. ദിസ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഈസ് വെരി inexpensive and is most suitable for unskilled job positions like sweepers, peon, etc. Second, casual callers. Qualified candidates send their biodata to the institutions even when applications are not called for. Institution keep a database of such unsolicited applicants and consider them for appointment when vacancies arise. ആദ്യമേ സ്ഥാപനം ഒരു ഡാറ്റാബേസ് സൂക്ഷിക്കുന്നതായിരിക്കും. ആളുകൾ അപേക്ഷ നൽകുകയും അതിൽ അവരുടെ പേരുകൾ ശേഖരിച്ചൊരു ഡാറ്റാബേസ് ശേഖരിക്കും. അതിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു ജോലി ഒഴിവ് വന്നാൽ ഈ ഡാറ്റാബേസിൽ നിന്ന് ആളുകളെ കണ്ടെത്തുന്ന രീതിയാണ് കാഷ്വൽ കോളേഴ്സ്. നെക്സ്റ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ് റൺ ബൈ ഗവൺമെൻറ് ഹെൽപ്സ് ടു മാച്ച് പേഴ്സണൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബൈ സെർവിങ് ആസ് ലിങ്ക് ബിറ്റ്വീൻ ജോബ് സീക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ അൺസ്കിൽഡ് ആൻഡ് സ്കിൽഡ് ജോബ്സ്. സാധാരണ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളൊക്കെ ഉണ്ട്. അവിടെ തൊഴിൽ ദാതാവിനെയും അതേപോലെ തന്നെ തൊഴിൽ ആവശ്യമുള്ളവരെയും കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണിയായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നു. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനോട് ലിസ്റ്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ തൊഴിൽ ചെയ്യാൻ ശേഷിയുള്ളവരുടെ പേര് വിവരം നൽകുന്നു. അങ്ങനെ ജോബ് പൊസിഷൻസ് ഫില്ല് ചെയ്യപ്പെടുവാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. നെക്സ്റ്റ്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്.
നാലാമത്തത്, സംടൈംസ് ദി സീനിയർ മാനേജേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻസ് വിസിറ്റ് വേരിയസ് പ്രൊഫഷണൽ കോളേജസ്, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഗെറ്റ് ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ഓർ ദി പീപ്പിൾ വിത്ത് ദി ലേറ്റസ്റ്റ് ടെക്നോളജിക്കൽ നോ ഹൗ. ഇത് മുഖേന സീനിയർ മാനേജേഴ്സ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വിസിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെ തേടിയെടുക്കുന്ന രീതിയാണിത്. അപ്പോൾ 4 പ്രധാനപ്പെട്ട എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, നമ്പർ 43, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ any 8 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ബൈ ഹെൻറി ഫയോൾ. ഹെൻറി ഫയോളിൻ്റെ ഏതെങ്കിലും 8 മാനേജ്മെൻറ്റ് തത്വങ്ങൾ വിവരിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ് ഇതിനു മുമ്പേ ഞാൻ നൽകിയിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് നോട്ട് എഴുതാനും പഠിക്കാനും അത് സഹായിക്കുന്നതായിരിക്കും. പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണ്? ഡിവിഷൻ ഓഫ് വർക്ക് ഫസ്റ്റ്, സെക്കൻഡ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, തേർഡ് ഡിസിപ്ലിൻ, ഫോർത്ത് യൂണിറ്റി ഓഫ് കമാൻഡ്, ഫിഫ്ത്ത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സിക്സ്ത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, സെവൻത് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്, എയ്ത്ത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, നയൻത് സ്കാലാർ ചെയിൻ, ടെൻത്ത് ഓർഡർ, 11th ഇക്വിറ്റി, 12th stability of tenure of personnel, 13 initiative, last 14 esprit de corps, union is strength. These are the 14 principles. ഇവിടെ 14 പ്രിൻസിപ്പിൾസിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും 8 എണ്ണം വിവരിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വിശദമായിട്ടുള്ള ലിങ്ക് ഞാൻ നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് എന്താണ്? 44, ബ്രീഫ്ലി ഡിസ്ക്രൈബ് എനി 8 ക്വാളിറ്റീസ് ടു ബി പൊസസ്ഡ് ബൈ എ ഗുഡ് ലീഡർ. ഏറ്റവും നല്ല ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഏതെങ്കിലും 8 ഗുണങ്ങൾ ചുരുക്കി വിവരിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ഫിസിക്കൽ ഫീച്ചേഴ്സ്. 1, ഫിസിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് ഹൈറ്റ്, വെയ്റ്റ്, ഹെൽത്ത് എക്സെട്ര ഡിറ്റർമൈൻ ദി ഫിസിക്കൽ പേഴ്സണാലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തിത്വം പ്രകടമാകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഹൈറ്റ്, വെയ്റ്റ്, ഹെൽത്ത് മുതലായ കാര്യങ്ങളിലൂടെയാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി, ഫിസിക്കൽ ഫീച്ചേഴ്സ്. സെക്കൻഡ്, നോളജ്. എ ഗുഡ് ലീഡർ ഷുഡ് ഹാവ് റിക്വയർഡ് നോളജ് ആൻഡ് കോമ്പിറ്റൻസ്. ഓൺലി സച്ച് എ പേഴ്സൺ ക്യാൻ ഇൻസ്ട്രക്ട് സബോർഡിനേറ്റ്സ് കറക്റ്റ്ലി ആൻഡ് ഇൻഫ്ലുവൻസ് ദം. ഏറ്റവും നല്ല ലീഡർക്ക് അയാൾ നിർവഹിക്കുന്ന വിഭാഗത്തെ സംബന്ധിക്കുന്ന പൂർണ്ണമായിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം. അയാൾക്ക് മാത്രമേ കീഴ്ജീവനക്കാരെ നയിക്കുവാനും അവരിൽ സ്വാധീനം ചെലുത്തുവാനും സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, തേർഡ്, ഹോണസ്റ്റി. എ ലീഡർ ഷുഡ് പൊസസ് ഹോണസ്റ്റി. He should be a role model to others regarding the ethics and values. ഏറ്റവും നല്ല ലീഡർ സത്യസന്ധനായിരിക്കണം. അയാൾ ചില മൂല്യങ്ങളുടെ ഉടമയായിരിക്കണം. നെക്സ്റ്റ്, ഫോർത്ത്, ഇനീഷ്യേറ്റീവ്. എ ലീഡർ ഷുഡ് ഹാവ് കറേജ് ആൻഡ് ഇനീഷ്യേറ്റീവ്. ഒരു ഏറ്റവും നല്ല ലീഡർക്ക്
ധൈര്യവും മുൻകൈയെടുത്ത് പ്രവർത്തിക്കാനുള്ള ശേഷിയും ഉണ്ടായിരിക്കണം. ഇതാണ് നാലാമത്തത്. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എ ലീഡർ ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഏറ്റവും നല്ല ലീഡർ ഏറ്റവും നല്ല ഒരു ആശയവിനിമയത്തിൻ്റെ ഉടമയായിരിക്കണം. He should have the capacity to clearly explain his ideas and make the people to understand his ideas. അയാളുടെ ആശയം എന്താണോ ആ ആശയം കീഴ്ജീവനക്കാർക്ക് വ്യക്തമാക്കി കൊടുക്കാനുള്ള ആശയവിനിമയ സാമർഥ്യം ഏറ്റവും നല്ല ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കണം. മോട്ടിവേഷൻ സ്കിൽസ്. അടുത്തത്, എ ലീഡർ ഷുഡ് ബി an efficient motivator. He should understand the needs of people and motivate them through satisfying these needs. ഒരു നല്ല ലീഡർ മോട്ടിവേഷൻ സ്കില്ലിൻ്റെ ഉടമയായിരിക്കണം. അയാളൊരു കാര്യക്ഷമതയുള്ള പ്രചോദകൻ ആയിരിക്കണം. അയാൾക്ക് ആളുകളുടെ ആവശ്യങ്ങളെ പറ്റിയും അത് തൃപ്തിപ്പെടുത്തേണ്ട രീതിയെപ്പറ്റിയും ശരിയായ അറിവുണ്ടായിരിക്കണം. നെക്സ്റ്റ്, സെൽഫ് കോൺഫിഡൻസ്. എ ലീഡർ ഷുഡ് ഹാവ് ഹൈ ലെവൽ ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ഹി ഷുഡ് നോട്ട് ലൂസ് ഹിസ് കോൺഫിഡൻസ് ഈവൻ ഇൻ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈംസ്. അയാൾ ആത്മവിശ്വാസത്തിൻ്റെ ഉടമയായിരിക്കണം. പ്രതികൂല പരിതസ്ഥിതിയിൽ പോലും അയാൾക്ക് ആത്മവിശ്വാസം മുതൽക്കൂട്ടാണ്. ആത്മവിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അണികളെ നയിക്കുവാൻ സാധ്യമല്ല. ലാസ്റ്റ്, നമ്പർ 8, സോഷ്യൽ സ്കിൽസ്. എ ലീഡർ ഷുഡ് ബി സോഷ്യബിൾ ആൻഡ് ഫ്രണ്ട്ലി വിത്ത് ഹിസ് കൊളീഗ്സ് ആൻഡ് ഫോളോവേഴ്സ്. അയാൾ എങ്ങനെയുള്ള ആളായിരിക്കണം? സഹപ്രവർത്തകരോടും അതേപോലെ തന്നെ കീഴ്ജീവനക്കാരോടും സൗഹാർദ്ദപരമായി പെരുമാറുന്ന ആളായിരിക്കണം. He should understand the people and maintain good human relations with them. അയാൾക്ക് ആളുകളെ മനസ്സിലാക്കാനും അവർക്കിടയിൽ നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കണം. These are the important qualities of a good leader. അപ്പോൾ നമ്മൾ 44-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ലാസ്റ്റ് 45. ഡിസ്ക്രൈബ് ദി 4 P's ഇൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിലെ 4 Pകൾ വിവരിക്കുക. 4 Pകൾ എന്താണ്? മാർക്കറ്റിംഗ് മിക്സ് ആണ്. മാർക്കറ്റിംഗ് മിക്സ് മീൻസ് ദി അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻ ഓഫ് 4 P's ഇൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിലെ 4 Pകൾ തമ്മിലുള്ള ഏറ്റവും അനുയോജ്യമായി ബന്ധപ്പെടുത്തുന്നതിനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ദീസ് 4 P's ആർ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രൊമോഷൻ. ദീസ് ആർ ദി 4 P's ഇൻ മാർക്കറ്റിംഗ്. ദീസ് ആർ കോൾഡ് 4 elements of marketing mix. What are they? Product, price, place and promotion. First, product. Product means anything of value which is offered to the market to satisfy needs of the consumers. മൂല്യമുള്ള വസ്തുവിനെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഉള്ളതായിരിക്കും. പ്രൊഡക്റ്റ് മിക്സ് റെഫേഴ്സ് ടു all decisions related to product such as features, packaging, labeling and branding of the products. Second, price. Price is a very critical element of marketing mix. Price refers to the amount of money which the customers have to pay to obtain the product. ഒരു ഉൽപ്പന്നം നേടാൻ വേണ്ടി കസ്റ്റമേഴ്സ് നൽകേണ്ടി വരുന്ന തുക എത്രയാണോ ആ തുകയ്ക്കാണ് വില അഥവാ പ്രൈസ് എന്ന് പറയുന്നത്. പ്രൈസ് മിക്സ് റെഫേഴ്സ് ടു
important decisions related to price of a product, such as the objectives of price setting, factors affecting price, etc. Third, place or physical distribution. Place or physical distribution includes activities that make a firm's products available to the target customers. Place mix refers to all decisions related to physical distribution of goods and services. Place mix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരക്കുകൾ ഉൽപ്പാദിത സ്ഥലത്തു നിന്നും ഉപയോഗ സ്ഥലങ്ങളിലേക്ക് ഭൗതികപരമായിട്ട് എത്തിക്കേണ്ട എല്ലാ പ്രവർത്തനങ്ങളുടെയും ആകെത്തുകയാണ് പ്ലേസ് മിക്സ് അഥവാ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഡിസിഷൻസ് റിഗാർഡിംഗ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ് ആൻഡ് ഇൻവെന്ററി കൺട്രോൾ. ആൻഡ് ലാസ്റ്റ് പ്രമോഷൻ, നാലാമത്തെ ഏതാണ്? പ്രമോഷൻ. പ്രമോഷൻ refers to all such activities which are intended to inform customers about the products of the company and persuade them to buy those products. പ്രമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തെ സംബന്ധിച്ച് ഉപഭോക്താക്കളെ അറിയിക്കുകയും അത് വാങ്ങുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മാർക്കറ്റിംഗ് മിക്സിനെയാണ് പ്രമോഷൻ എന്ന് പറയുന്നത്. The important tools of promotions are advertising, personal selling, sales promotion and publicity. പ്രധാനപ്പെട്ട പ്രമോഷൻ രീതികൾ എന്തൊക്കെയാണ്? പരസ്യം, വ്യക്തിഗത വിൽപ്പന, അതേപോലെ വിൽപ്പന സംവർധന, പബ്ലിസിറ്റി മുതലായവയാണ് പ്രമോഷൻ്റെ പ്രധാനപ്പെട്ട രീതികൾ. ഇതൊക്കെയാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ്. 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്രോപ്രിയേറ്റ് കോമ്പിനേഷനെയാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റിംഗ് മിക്സിൽ 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതൊക്കെ ഈ ഘടകങ്ങളൊക്കെ ആരംഭിക്കുന്നത് പി എന്ന ലെറ്ററിലാണ്. ഇതിൻ്റെ പേര് എന്തൊക്കെയാണ്? പ്രൊഡക്റ്റ് പിയിൽ ആരംഭിക്കുന്നു, പ്രൈസ് പിയിൽ ആരംഭിക്കുന്നു, പ്ലേസ് പിയിൽ ആരംഭിക്കുന്നു, പ്രമോഷൻ പിയിൽ ആരംഭിക്കുന്നു. അതുകൊണ്ടാണ് ഇവയെ 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും അത് എങ്ങനെ ഉത്തരം നൽകണം എന്നുള്ളതും മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ല എങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ബെസ്റ്റ് വിഷസ് ടു ഓൾ.